2024 ഒക്ടോബർ 9 മുതൽ ഫെബ്രുവരി 4, 2025 വരെയുള്ള സമയങ്ങളിൽ വ്യാഴം ഇടവം രാശിയിലൂടെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ധനു, മകരം, കുംഭം, മീനം രാശി ലഗ്നക്കാരെ അത് എങ്ങനെ സ്വാധീനിച്ചേക്കാം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ധനു ലഗ്നം, ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നേടാനുള്ള ഒരു കഠിന പ്രയത്നം നടത്തുന്നതായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതും. നേരത്തെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തിരുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ മത്സര പരീക്ഷകളിൽ വിജയം വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ, ദശ, അന്തർദശ കാലങ്ങൾക്കനുസരിച്ചിട്ടാണ് വരുന്നത്. എന്നാലും വ്യാഴം 6ാം ഭാവത്തിലായതുകൊണ്ട് പാപഗ്രഹങ്ങളെപ്പോലെ നമുക്കങ്ങനെ കഠിന പ്രയത്നം തരാനുള്ളൊരു മനസ്സ് തരില്ല. കുറച്ച് കാര്യങ്ങളെ നീട്ടിവെക്കുക, മടിപിടിക്കുക എന്നിങ്ങനെയുള്ള സ്വഭാവം തന്നേക്കാം. എന്നിരുന്നാലും ഫിനാൻസ്, അക്കൗണ്ട് സെക്ഷനുള്ളവർ, ബാങ്കിങ് സെക്ടറിൽ പ്രവർത്തിക്കുന്നവർ, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, CA അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. കുറച്ചുകൂടി സഹായകമാണെന്ന് പറയാം അധ്യാപകർക്കാണെങ്കിലും. അതുപോലെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ നേരത്തെ ശ്രദ്ധിക്കാതെ വച്ചിരുന്ന കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന് വരാം. ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ പഴയ രോഗങ്ങൾ വീണ്ടും വന്നു എന്ന് വരാം. അതുപോലെ ദശാകാലങ്ങൾ അനുകൂലമാണെങ്കിൽ, പ്രത്യേകിച്ച് വ്യാഴം എന്ന് പറയുമ്പോൾ പൂജാ പ്രാർത്ഥനകൾ, അതുപോലെ നമ്മുടെ റിച്വൽസ്, നമ്മുടെ പൂജാവിധികളൊക്കെ അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു റൂട്ടീൻ നിങ്ങൾക്കുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല. കുറച്ചുകൂടി ആധ്യാത്മികമായിട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊരു മോചനമുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും മത്സര പരീക്ഷകളിലൊക്കെ വിജയത്തിന് സാധ്യതയുണ്ട്. നിങ്ങളുടെ ഒരു വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ ദേഷ്യം വരാതിരിക്കുക എന്നാണ് ഒന്ന് പറയാനുള്ളത്. അപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ലക്ഷ്യം വെച്ച് മനസ്സ് അങ്ങനെ ഒരു ഫോക്കസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ ഡിലേ ആയിപ്പോയേക്കാം. നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നടന്നു എന്ന് വരില്ല. ഇതെല്ലാം ദശ, അന്തർദശകൾ, ഓരോ വ്യക്തിയുടെ ജാതകം എന്നത് യുണീക്കാണ്. കാരണം ഓരോ വ്യക്തിയുടെയും പ്രാരാബ്ധം യുണീക്കാണ്. അത് ആ വ്യക്തിക്ക് മാത്രമുള്ളതാണ്. ഇരട്ട കുട്ടികളുടെ കാര്യമാണെങ്കിൽ പോലും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രാരാബ്ധത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ദശകൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ദശാനാഥൻ, ആ ഗ്രഹങ്ങൾ എവിടെ ഇരിക്കുന്നു, ആ ഗ്രഹങ്ങളിൽ നിന്ന് വ്യാഴം ഇപ്പോൾ എവിടെ ഗോചരത്തിൽ ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഫലം ഇരിക്കുന്നത്. പക്ഷേ ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ നന്നായി അധ്വാനിക്കേണ്ടുന്ന സമയമാണ്. ഈ അധ്വാനത്തിൻ്റെ ഫലം എന്നത് പിന്നീട് വരുന്ന സമയങ്ങളിലായിരിക്കും. അതായത് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുക, ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും ഇടുക. പിന്നീട് വരുന്ന സമയങ്ങളിൽ വ്യാഴം അതിൻ്റെ റിസൾട്ട് തരുന്നതായിരിക്കും. ഇത് തന്നെയാണ് വിവാഹാലോചനകളുടെ കാര്യത്തിലും ഒക്കെ. നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. വളരെ എളുപ്പമല്ല കാര്യങ്ങൾ. പല കാര്യങ്ങളും നിങ്ങൾ താല്പര്യമെടുത്ത് പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ജോലി ഭാരം കൂട്ടുന്നതായിരിക്കും, ജോലി സമയം കൂടുന്നതായിരിക്കും. നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് അത്ര ഉത്സാഹമുണ്ടാകില്ല, മടി പിടിക്കുന്നതായിരിക്കും. എളുപ്പത്തിൽ കാര്യം നടക്കണമായിരുന്നു എന്ന് വിചാരിക്കും, പക്ഷെ അതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. അപ്പോൾ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മയുമായിട്ട് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അമ്മയുടെ ആരോഗ്യം കുറച്ച് വഷളാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജാതകത്തിലെ ദശ, അന്തർദശകൾ, ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കൂടുതൽ പൂജാ പ്രാർത്ഥനകളിലൊക്കെ ഇൻവോൾവ് ആകാനും ശ്രമിക്കേണ്ടതാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കടം കൊടുക്കാതിരിക്കുക ഈ ഒരു സമയത്ത്. അതുപോലെ നിങ്ങൾ നേരത്തെ കടമെടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ട് ചില കാര്യങ്ങൾ വന്നു ചേർന്നു എന്നും വരും. ഇതാണ് ധനുരാശി, ധനു ലഗ്നക്കാരോട് പറയാനുള്ളത്. മകരം ലഗ്നം, മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 3ഉം 12ഉം ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ പഠനം, കാര്യങ്ങൾ, അവരുമായിട്ടുള്ള ബന്ധം, നിങ്ങളുടെ പ്രണയബന്ധം, ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാക്തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ചെവി, കണ്ണ് എന്നീ അവയവങ്ങളുടെ ആരോഗ്യമാണെങ്കിലും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംസാരം തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കലഹങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടുന്ന സമയമാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ
എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ എന്നത് 3-ാം ഭാവത്തിൻ്റെ അധിപനായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരെ പോയി ജോലി ചെയ്യാനുള്ള അവസരം വരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതായത് ജന്മസ്ഥലത്തു നിന്ന് മാറി നിന്നിട്ട് വിദേശത്തൊക്കെ ജോലി ചെയ്യാൻ അവസരം വരികയാണെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ട്രാൻസ്ഫറൊക്കെ കുറച്ച് ദൂരെയുള്ള സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതാണ് ഈ ഒരു സമയത്ത് നല്ലത്. അതായത് ഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു പല പ്രശ്നങ്ങളും ഒഴിവായി കിട്ടുന്നതാണ്. ഇവിടെ കലഹങ്ങളിൽ പെട്ടുപോകാൻ, ആർഗ്യുമെൻറ്റ്സിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ എന്താ പറയുക, പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക. കൂടുതലായിട്ടും ദാനധർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനും അതുപോലെ തീർത്ഥയാത്രകൾ ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്തേണ്ടതാണ്. കുംഭം ലഗ്നം, കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് എന്താ പറയുക, കുടുംബാംഗങ്ങളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിച്ചിട്ട് പല പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിക്കേണ്ടുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ വീട് മോടി പിടിപ്പിക്കാൻ, റിനോവേഷൻ നടത്താൻ, അതുപോലെ വീട്, വാഹനം, പ്രോപ്പർട്ടി എന്നിവയ്ക്കായിട്ടുള്ള ചിലവും ഒക്കെ വരുന്നതാണ്. പുതിയ വീട് വാങ്ങുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതാണ്. അതുപോലെ വാഹനം റിപ്പയർ ചെയ്യാനായിട്ടും ഒരു സാമ്പത്തികമായിട്ടുള്ള ചിലവ് വരുന്നതാണ്. എന്നാലും നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നേരത്തെ നിങ്ങൾ വീട് പണി കഴിപ്പിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നടക്കാനുള്ളൊരു സമയമുണ്ട്. പലതും പുനരാരംഭിക്കും. വീട് വാങ്ങാനുള്ള കാര്യമായാലും വീട്ടിൻ്റെ പണിയാണെങ്കിലും അതെല്ലാം പുനരാരംഭിക്കുന്നതായിരിക്കാം. അതുപോലെ എന്താ പറയുക, കൂടുതലായിട്ടും നിങ്ങൾ പണം ചെലവഴിക്കാനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പുതിയ അവസരങ്ങൾ വന്നു ചേരും ജോലിക്കാണെങ്കിലും ഒക്കെ. അതുപോലെ ആഡംബരത്തിനായിട്ട് പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിലവ് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും വ്യാഴം കാരണം നിങ്ങൾക്ക് മടി വരാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ നീട്ടിവെക്കുന്നതാണ്. പലപ്പോഴും നിങ്ങൾ പണം സ്വരൂപിക്കാൻ ശ്രമിക്കുമെങ്കിലും സേവിങ്സിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും. സംഭാഷണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. മടി വന്നു ചേർന്നു എന്ന് വരാം. മടി കാരണം പല കാര്യങ്ങളും അതുപോലെ നമുക്ക് വന്നു ചേർന്ന അവസരങ്ങളെയും നിങ്ങൾ നീട്ടിവയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് കുംഭം ലഗ്നം, കുംഭം രാശിക്കാരോട്. മീനം ലഗ്നം, മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സംഭാഷണം മൂലം പ്രശ്നം വന്നേക്കാം. മറ്റുള്ളവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ അവരെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്നത് കൊണ്ട് അത് നിങ്ങളെ ആ ഒരു കാര്യം നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അറിയാതെ അവരെ വിലയിരുത്തുമ്പോൾ, ജഡ്ജ്മെൻ്റലാവുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും അകാരണമായിട്ടുള്ള ഭയം വന്നു ചേർന്നു എന്ന് വരാം. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. വാക്ക് പാലിക്കാൻ ശ്രമിക്കേണ്ടുന്ന ഒരു സമയമാണ്. ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ വന്നു ചേരും. ബാങ്കിങ് ഇടപാടുകൾ, ഫിനാൻഷ്യൽ മറ്റ് ഇടപാടുകൾ, അതിനൊക്കെ വേണ്ടിയിട്ട് യാത്രകൾ ഉണ്ടായി എന്ന് വരാം. പലതരത്തിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ തിരിക്കേണ്ടുന്നൊരു സമയമാണ്. അതുപോലെ എന്താ പറയുക, പലപ്പോഴും ആഗ്രഹപൂർത്തിക്ക് നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അതായത് ബലം പിടിച്ച് ആഗ്രഹപൂർത്തി നേടാൻ ശ്രമിക്കുന്നതായിരിക്കും. ആ ലഗ്നത്തിലിരിക്കുന്ന രാഹുവിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ ആഗ്രഹം, നമ്മൾ വിചാരിച്ച കാര്യം, നമ്മുടെ ഒബ്സഷൻ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് രാഹുവിൻ്റെ ചില പ്രയത്നങ്ങൾ അത് പിന്നീട് നിങ്ങൾക്ക് വിനയായി തീരുന്നതാണ്. എന്നാൽ ഈ ഒരു വാശിയുള്ള സ്വഭാവം നിങ്ങൾക്കൊരു മത്സര പരീക്ഷയ്ക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ജോലി നേടാനായിട്ട് പ്രയത്നിക്കുന്നതിനായിട്ട്, അതായത് പോസിറ്റീവായിട്ട് ഇതേ ഒരു വാശിയെ തന്നെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ ഒരു ലക്ഷ്യം നേടാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു വാശി എന്നതൊരു വ്യക്തിയോടോ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ, അതായത് പ്രണയകാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട്, അതായത് എതിരാളികളെ നേരിടാനായിട്ട്, അങ്ങനെ ഒരു മത്സര്യ ബുദ്ധി ആ ഒരു തരത്തിലാണെങ്കിൽ അത് കുറച്ച് വിനയായി തീർന്നേക്കാം. നിങ്ങളുടെ എല്ലാ പ്ലാനുകളും സീക്രട്ടാക്കി വയ്ക്കുക, രഹസ്യമാക്കി വയ്ക്കുക. അതുപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം കുറച്ച് രഹസ്യമാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവരോടും പറയേണ്ടുന്നൊരു സമയവുമല്ല. അതുപോലെ കുറച്ച് ഒബ്സഷൻ കുറയ്ക്കേണ്ടതാണ്. അധികം വാശി നല്ലതല്ല. ലഗ്നത്തിലെ രാഹു പല മായയിലും നമ്മളെ പെടുത്തിയിരിക്കും. നമ്മൾ കാണുന്നതൊക്കെ സത്യമായിരിക്കണം എന്നില്ല, ഒരു ഇല്യൂഷനിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്ലാനുകളും ഒന്നും മറ്റുള്ളവരോട് പറയാതിരിക്കുക. അപ്പോൾ ഇതാണ് വ്യാഴത്തിൻ്റെ ഒരു ഫലം.